നമുക്കെല്ലാവർക്കും ചില കഴിവുകളുണ്ട്, എബിലിറ്റീസ്. ഈ കഴിവുള്ളതുപോലെ തന്നെ നമുക്ക് ചില കഴിവ് കേടുകളുമുണ്ട്. ഐ ക്യാൻ ഡു എനിത്തിങ് ബട്ട് ഐ കനോട്ട് ഡു എവറിത്തിങ്. എനിക്ക് എന്തും ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാത്തിലും മിടുക്കനായ, എല്ലാ കാര്യങ്ങളിലും ഒന്നാമനായ, എല്ലാ കാര്യങ്ങളിലും അങ്ങ് എക്സലന്റ് ആയ, ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സൃഷ്ടി ദൈവം ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു സൃഷ്ടിയില്ല, അങ്ങനെ ഒരു മനുഷ്യനില്ല എല്ലാ കാര്യത്തിലും ബ്രില്യന്റ് ആയിട്ടുള്ള. അങ്ങനെ എല്ലാത്തിലും എല്ലാം ആകാൻ പോയാൽ അവൻ ഒന്നും ആകത്തുമില്ല. നിങ്ങൾ ഇന്ന് കാണുന്ന ലോകത്തെ സക്സസ്ഫുൾ എന്ന് തോന്നുന്ന ഏതൊരു വ്യക്തി എടുത്താലും ഇൻ സർട്ടൺ ഏരിയാസ് ഓഫ് ദെയർ ലൈഫ് ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ആൻഡ് ഇൻ ഓൾ അതർ പാർട്ട് നമ്മൾ കണ്ണും പൂട്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാറുണ്ട്, 1% കാര്യത്തിലേ ഉള്ളൂ ഞാൻ മിടുക്കൻ, ബാക്കി 99% കാര്യങ്ങളിൽ ഞാൻ മണ്ടനാണ്. എനിക്കറിയില്ല. നിങ്ങൾ ചോദിക്കുന്ന, നിങ്ങൾ ബേസിക്കലി ചെയ്യുന്ന, നിങ്ങൾ ലാഘവത്തോടു കൂടി ചെയ്യുന്ന, എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എത്ര ബ്രില്യൻ്റ് ആണെന്ന് പറഞ്ഞാലും, എത്ര എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് പറഞ്ഞാലും, എത്ര ഗ്രേറ്റ് ആണെന്ന് പറഞ്ഞാലും നമുക്കെല്ലാവർക്കും ചില വീക്ക് ഏരിയാസ് ഉണ്ടാവും. അപ്പോ there are actually 6 levels of ability. 6 levels of ability. 6 ലെവൽ ഓഫ് എബിലിറ്റി, കഴിവുണ്ട്. നമ്മളുടെ ഒരാളുടെ കഴിവിനെ 6 ലെവലിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. യെസ്, ഇങ്ങനെ ഒരു ഫ്രെയിം വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചേ, ഒരു സർക്കിൾ. അതിന് 1 2 3 4 5 6 വട്ടം വേണം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ വളരെ ടെറിബിൾ ആയിരിക്കും. വളരെ മോശമായിരിക്കും, ഏറ്റവും മോശമായിരിക്കും. എഴുതിക്കോ, ഏറ്റവും ഔട്ടർ ലൈനിൽ എഴുതിക്കോ, ടെറിബിൾ. യു ആർ വെരി ടെറിബിൾ. നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല, വെറും മണ്ടൻ. അയ്യോ, ഇയാൾ ഇത്രയും മണ്ടനായിരുന്നോ? എന്നോടിപ്പോ ഒരു ദിവസം കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഐ എം വെരി ടെറിബിൾ. എന്നോട് തുണി ഒന്ന് കഴുകാൻ പറഞ്ഞാൽ ഐ എം വെരി ടെറിബിൾ അറ്റ് ഇറ്റ്. എന്നോട് പിള്ളേരെ പഠിപ്പിക്കാൻ പറഞ്ഞാൽ, പപ്പുണ്ണിയും കുഞ്ഞൂട്ടനെയും വിളിച്ചിരുത്തി ട്യൂഷൻ എടുക്കാൻ പറഞ്ഞാൽ ഐ എം വെരി ടെറിബിൾ അറ്റ് ഇറ്റ്. എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ എന്തൊക്കെയാ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങളുടെ ഇനി നമുക്ക് ബിസിനസ് സൈഡിലേക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളിലാണ് എനിക്ക് ഈ കുത്തിയിരുന്ന് രാവിലെ ഓഫീസിൽ ചെന്ന് വൈകിട്ട് 5 മണി വരെ അവിടെ ഇരിക്കുക എന്ന് പറയുന്നത്, ഞാനതിൽ എനിക്ക് ഏറ്റവും കലിപ്പുള്ള കാര്യമാണ് ഈ ഓഫീസിൽ പോയിരിക്കുക എന്ന് പറയുന്നത്. എനിക്ക് ഓഫീസ് സ്ട്രക്ചർ എന്നെ സംബന്ധിച്ച് ടെറിബിൾ ആണ്. ഓഫീസ് ടൈമിംഗ് എന്നെ സംബന്ധിച്ച്. നിങ്ങൾക്ക് എന്തൊക്കെയാ ഒന്ന് എഴുതിക്ക് കാണട്ടെ, ചാറ്റിലേക്ക്. ചിലർക്ക് അക്കൗണ്ട്സ് നോക്കുന്നത് ടെറിബിൾ ആയിരിക്കും. ചിലര് സെയിൽസിൽ, ക്ലോസിംഗ്, യെസ്. ബാങ്കിങ്ങിൽ, ചിലര് ഏതിലൊക്കെ, അക്കൗണ്ട്സിൽ, യെസ്. പിന്നെ പറട്ടെ, ചാറ്റിലേക്ക് വാ. ഏതൊക്കെയാണ് നിങ്ങളുടെ? HR തരുൺ, യെസ്, HR. മാർക്കറ്റിംഗിൽ ടെറിബിൾ ആണ്, നീ കുറെ അനുഭവിക്കും. ഹയറിംഗിൽ, ഓക്കെ, യെസ്. മീറ്റിംഗ് എടുക്കുന്നതിൽ, യെസ്. പറട്ടെ, ഡോക്യുമെന്റേഷൻ്റെ അത്, യെസ്. പ്രോസ്പെക്ടിങ്ങിൽ, യെസ്. വീഡിയോ ചെയ്യുന്നതിൽ, PMP ചെയ്യുന്നതിൽ. നിങ്ങളുടെ ഒരു ടെറിബിൾ ലിസ്റ്റ് ഒന്ന് എഴുതിക്ക്. നിങ്ങൾ ഏറ്റവും മണ്ടനായിട്ടുള്ള, നിങ്ങളെ ഒന്നിനും കൊള്ളാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ബിസിനസ്സിൽ എഴുതിയാൽ മതി. ജീവിതത്തിൽ എഴുതാനാണ് 200 പേജിന്റെ ബുക്ക് കിട്ടിയാലും തികയത്തില്ല. അതുകൊണ്ട് ബിസിനസ്സിലെ കാര്യം മാത്രം എഴുതിയാൽ മതി. എന്തൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ മണ്ടനാണ് ബിസിനസ്സിൽ? ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത, നിങ്ങൾ ചെയ്താൽ ഒട്ടും ശരിയാകാത്ത, നിങ്ങൾ മറ്റുള്ളവർ കണ്ണും പൂട്ടി ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാനിരുന്നാൽ ചിലപ്പോൾ ദിവസങ്ങൾ വേണ്ടി വരുന്ന ടെറിബിൾ തിങ്സ് നമ്മളുടെ ബിസിനസ്സിലെ എന്തൊക്കെയാണ്? ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു സ്ലൈഡ് ഡിസൈൻ ചെയ്യാനിരുന്നാൽ, എന്റെ ടീമിനെ സംബന്ധിച്ച് 5 മിനിറ്റ് വേണ്ടായിരിക്കും ഒരു സ്ലൈഡ് ചെയ്യാൻ. എന്നെ സംബന്ധിച്ച് ഒരു സ്ലൈഡ് ചെയ്യാനിരുന്ന 5 മണിക്കൂർ എടുത്താലും എനിക്ക് അതുപോലെ ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. ഐ എം ടെറിബിൾ അറ്റ് ഇറ്റ്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഐ എം ടെറിബിൾ അറ്റ് ഇറ്റ്. ഐ എം ടെറിബിൾ. നമ്മളുടെ ബ്രെയിനിലോട്ട് അത് കയറത്തില്ല. എത്ര ആവശ്യമുള്ളതാണെങ്കിലും ശരി, ആ സാധനം നമ്മളുടെ തലയിലേക്ക് കയറില്ല. അതാണ് ടെറിബിൾ. ഇനി ടെറിബിളിന്റെ അകത്തൊരു സാധനമുണ്ട്, അത്ര ഇതില്ല, എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റും, ബട്ട് ഐ ആം പുവർ. 5ാമത്തെ സർക്കിളിൽ എഴുതിക്കോ, പുവർ. ഞാൻ ചെയ്താൽ ശരിയാവത്തില്ല. ചെയ്യാം,
അത്ര ടെറിബിൾ അല്ല, ബട്ട് പോരാ പോരാ. ഐ എം പുവർ അറ്റ് ഇറ്റ്. ഐ എം പുവർ. എനിക്ക് ചെയ്യാൻ പറ്റും, ബട്ട് ഐ എം പുവർ. എന്തൊക്കെയായിരിക്കും അത്? പുവർ. ചെയ്യാൻ പറ്റാഴിയൊന്നുമില്ല, എനിക്ക് ചെയ്യാൻ പറ്റും, ബട്ട് ഐ എം പുവർ. ഇനി ചില കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ബട്ട് വി ആർ ആവറേജ്. വി ആർ ആവറേജ് അറ്റ് ഇറ്റ്. കുഴപ്പമില്ല. അതിന്റെ റിസൾട്ട് എന്താ? കുഴപ്പമില്ല. അപ്പൊ 1 ടെറിബിൾ, 2 പുവർ, 3 ആവറേജ്. 4മത്തതാണ് ഗുഡ്. വി ആർ ഗുഡ് അറ്റ് ഇറ്റ്. കൊള്ളാം കൊള്ളാം. പുള്ളി ആ കാര്യം അത് കൊള്ളാം കേട്ടോ, കൊള്ളാം. ഞാൻ സ്ലൈഡ് ഡിസൈൻ ചെയ്യുന്നത് കൊള്ളാം, ഗുഡാ ഗുഡാ ഗുഡാ. യെസ്. മാർക്കറ്റിംഗ് ഗുഡ്. ഓഫർ സെറ്റിംഗ്, ട്രബിൾ ഷൂട്ടിംഗ്, യെസ്. ലേണിംഗ്, നെഗോസിയേഷൻ, ക്ലോസിംഗ്, സെയിൽസ്, യാ ഐ എം ഗുഡ്. അടുത്തതാണ് ഗ്രേറ്റ്. ഐ എം ഗ്രേറ്റ് ഇറ്റ്. അടിപൊളിയാ, അടിപൊളി, സൂപ്പർ ആയിട്ട്. ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ ഞാൻ അടിപൊളിയാണ്. ഐ എം ഗ്രേറ്റ് അറ്റ് ഇറ്റ്. ഐ എം ഗ്രേറ്റ്. എനിക്ക് ക്ലാസ് എടുക്കാൻ, പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഐ എം ഗ്രേറ്റ്. ഐ എം ഗ്രേറ്റ്. യെസ്. നിങ്ങൾ എന്തിലൊക്കെയാണ്? ക്ലോസിംഗ്, ഡെലിഗേഷൻ, ഗുഡ്. പ്രോബ്ലം സോൾവിംഗ്, പർച്ചേസിൽ യു ആർ ഗ്രേറ്റ്, ഗുഡ്. അഡ്മിനിസ്ട്രേഷൻ, കോണ്ടന്റ് ക്രിയേഷൻ, ക്ലോസിംഗ്, ഗുഡ് ഗുഡ്. മാർക്കറ്റിംഗ്, ഗുഡ്. സെയിൽസ്, ഗുഡ്. പീപ്പിൾ മാനേജ്മെന്റ്, ഗുഡ്. യു ആർ ഗ്രേറ്റ് അറ്റ് ഇറ്റ്. ഏറ്റവും അവസാനത്തെ, ഏറ്റവും അകത്തതാണ് യു ആർ ബ്രില്യൻറ്റ് അറ്റ് ഇറ്റ്. ബ്രില്യൻറ്റ്. എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ആശയം എന്റെ മുന്നിലിരിക്കുന്ന ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് അത് പ്രസന്റ് ചെയ്യാൻ, ഐ എം ബ്രില്യൻറ്റ് അറ്റ് ഇറ്റ്. ഐ എം സൂപ്പർബ്. ഐ എം ബ്രില്യൻറ്റ്. ഐ എം ബ്രില്യൻറ്റ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ബ്രില്യൻസ്? എഴുതിക്കോളൂ. യു ആർ ബ്രില്യൻറ്റ് അറ്റ് ഇറ്റ്. ഒരു എഫേർട്ടും എടുക്കണ്ട, ഒരു രീതിയിലുള്ള സ്ട്രെസ്സും ഇല്ലാതെ വളരെ കൂളായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പോലും അറിയാതെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. റിസർച്ച്, യെസ്. പ്രൊഡക്റ്റ് ഡിസൈൻ, ഗുഡ്. പ്രസന്റേഷൻ, ടെക്നിക്കൽ മീറ്റിംഗ്, ക്ലോസിംഗ്, ഗുഡ് ഗുഡ്. പ്രൊഡക്ഷൻ, ഐഡിയ ഷെയറിംഗ്, കൺസൾട്ടേഷൻ, ഓക്കെ, ഗുഡ് 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 ഗുഡ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ചിലർക്ക് ക്ലോസിംഗ് ബ്രില്യൻസ് ആണ്, ചിലർക്ക് അതേ ക്ലോസിംഗ് ടെറിബിൾ ആണ്. ചിലർക്ക് മാർക്കറ്റിംഗ് ബ്രില്യൻസ് ആണ്, ചിലർക്ക് അതേ മാർക്കറ്റിംഗ് ടെറിബിൾ ആണ്. ചിലർക്ക് പ്രസന്റേഷൻ ബ്രില്യൻ്റ് ആണ്, അതേ സാധനം ചിലർക്ക് പുവർ ആണ്. ചിലർക്ക് അക്കൗണ്ട്സ് ബ്രില്യൻ്റ് ആണ്, ചിലർക്കത് ആവറേജ് ആണ്. ചിലർക്ക് പ്രോസ്പെക്റ്റിംഗ് ബ്രില്യൻസ് ആണ്, ചിലർക്കത് ഗുഡ് ആണ്, ചിലർക്കത് ഗ്രേറ്റ് ആണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ട് കമ്പനിയിലും നമ്മുടെ ലൈഫിലും ഡെലിഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതിനകത്ത് നമ്മളോട് ഇപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് 6 ലെവൽ ഓഫ് എബിലിറ്റിയാണ്. നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ പല ഏരിയകളിലും വീക്ക്നെസ് ഉണ്ട്, നമ്മൾ ചില ഏരിയകളിൽ സ്ട്രോങ് ആണ്. ഒന്നെന്ന് പറയുന്നത് ടെറിബിൾ, അതായത് എൻ്റെ ഭാഗത്ത് ഏറ്റവും ടെറിബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുക്കിംഗ് തന്നെയാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പുവർ. ഞാൻ എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏരിയയിൽ പുവറാണ്, അതെനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആവറേജ് ആണ്. ആവറേജ് ബേസിക്കലി ചില ഫോളോ അപ്പ് ഇഷ്യൂസ് വരുമ്പോൾ ഞാൻ അതിനകത്ത് ആവറേജ് മാത്രമാണ്. ഏറ്റവും ഗുഡായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് എസ്പെഷ്യലി ഞാൻ ഈ ട്രബിൾ ഷൂട്ടിംഗ് ഇഷ്യൂസിൽ ഞാൻ ഗുഡാണ്. അതായത് സെയിൽസ്, 6മത്തെ കാര്യമാണ് സെയിൽസ്, അതിനകത്ത് ഞാൻ ഗ്രേറ്റ് ആണ്. അതുപോലെ തന്നെ ഡെലിഗേഷനും ഞാൻ ഗ്രേറ്റ് ആണ്. 7മത്തെ കാര്യത്തിൽ ഞാൻ ബ്രില്യൻ്റ് എന്ന് പറയുന്നത്, ഏറ്റവും ബ്രില്യൻസി എനിക്കുള്ളത് കണക്റ്റിംഗ് വിത്ത് ന്യൂ പീപ്പിൾ. ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ഫാസ്റ്റാണ്. ആരെ കണ്ടാലും പെട്ടെന്ന് മിങ്കിൾ ചെയ്യുക, അതുപോലെ തന്നെ പുതിയ ഐഡിയാസ്, പുതിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ വളരെ ബ്രില്യൻ്റ് ആണ്. എൻ്റെ ഏറ്റവും കോർ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻ്റ് ആണ്. അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡെലിഗേഷൻ.
നമ്മൾ ഡെലിഗേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫ് മിസറബിൾ ആയിരിക്കും. താങ്ക് യു. യെസ്. താങ്ക് യു ജോസേട്ടൻ. വെരി ഗുഡ്. താങ്ക് യു. യെസ്. സോ ഇനി ഡെലിഗേഷൻ പഠിക്കാം. വാട്ട് ഷുഡ് ഐ ഡെലിഗേറ്റ് ഫസ്റ്റ്? ഏത് ജോലിയാണ് ഞാൻ ആദ്യം ഡെലിഗേറ്റ് ചെയ്യേണ്ടത്? ഏത് ജോലിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്തത്? എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ടെറിബിൾ, യു ഹാവ് ടു ഡെലിഗേറ്റ് ദാറ്റ് തിങ് ഫസ്റ്റ്. ജോസേട്ടന് കുക്കിംഗ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, ആബ്സല്യൂട്ട്ലി ആ ഏരിയയിലേക്ക് പോയേക്കരുത്. കാരണം ജോസേട്ടന്റെ ബ്രെയിന് ഏറ്റവും കൂടുതൽ എനർജി വേണ്ടി വരുന്ന കാര്യം അതാണ്. എന്തൊക്കെ കാര്യങ്ങളിൽ ഞാൻ ടെറിബിൾ ആണോ ആ കാര്യം ചെയ്യും തോറും എൻ്റെ എനർജി വേസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഞാൻ കഷ്ടപ്പെട്ടാണത് ചെയ്യുന്നത്. അവിടെ കംപ്ലീറ്റ് കാര്യങ്ങൾ എനിക്ക് നഷ്ടം വരും. എൻ്റെ ഫോക്കസ് നഷ്ടപ്പെടും. എനിക്ക് ഒരു കാര്യത്തിലും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതായി പോവും. എല്ലാ കാര്യങ്ങളിലും ഞാൻ എന്താകും? ഞാൻ വീക്കാവും. എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് സന്തോഷമില്ലാതായി പോവും ഞാൻ ഈ ടെറിബിൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ. വാട്ട് ഐ ഹാവ് സീൻ ഈസ് ഫോർ ഓൾ ദോസ് ഹു ആർ സ്ട്രഗിളിങ്, ആരൊക്കെ ബിസിനസ്സുകാര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, ഞാൻ കണ്ടിരിക്കുന്ന കാര്യം, യു ഹാവ് എ ലിസ്റ്റ് ഓഫ് ടെറിബിൾ തിങ്സ് ഇൻ യുവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. നിങ്ങളുടെ ടു ഡു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഒരു കൊട്ട ടെറിബിൾ തിങ്സ് ഉണ്ട്. അതുള്ളിടത്തോളം കാലം നമ്മുടെ നടു നിവരില്ല, നമ്മൾ വളഞ്ഞിരിക്കും. ബിക്കോസ് വി ഹാവ് എ ലോട്ട് ഓഫ് ടെറിബിൾ തിങ്സ് ടു ഡു ഇൻ അവർ ലൈഫ്. സോ the first thing you have to delegate is delegate the list of terrible things in your life. എനിക്ക് തുണി കഴുകുന്നത്, എനിക്ക് കുക്ക് ചെയ്യുന്നത്, എനിക്ക് ക്ലീൻ ചെയ്യുന്നത്, എനിക്ക് തൂത്ത് തുടയ്ക്കുന്നത്, എനിക്ക് ക്യൂ നിൽക്കുന്നത്, എനിക്ക് മെനക്കെടുന്നത്, എനിക്ക് പോയിട്ട് ഒരിടത്ത് റഷായിട്ട് നിൽക്കുന്നത്, ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ ടെറിബിൾ ആണ്. എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനത് ചെയ്യാൻ പോയാൽ, അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്ന അന്നത്തെ ദിവസം എനിക്ക് കലിപ്പായിരിക്കും. സോ എന്ത് വന്നാൽ ടെറിബിൾ തിങ്സ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. അതാണ് ആദ്യമായി ഞാൻ ഡെലിഗേറ്റ് ചെയ്യുന്നത്. അതിന് എന്തു കൊടുക്കാനും ഞാൻ തയ്യാറാണ്. ആൻഡ് യു നോ സംതിങ്, ബ്യൂട്ടി ഓഫ് ഡെലിഗേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടെറിബിൾ തിങ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സത്യത്തിൽ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ നോർമൽ കാര്യത്തിന്റെ ഗുണം എന്താ സ്മലിക്ക? ഏതൊരാൾക്കും ചെയ്യാം. അത് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകളെ നമുക്ക് കിട്ടും. അതിന് വലിയ ബ്രില്യൻസ് ഒന്നും വേണ്ട, അത് ആർക്കും ചെയ്യാം. അതുകൊണ്ട് തന്നെ അത് ചെയ്യാനുള്ള ആളുകളുടെ അവൈലബിലിറ്റി കൂടുതലാണ്. സോ യു ക്യാൻ ഈസിലി ഡെലിഗേറ്റ് ദോസ് തിങ്സ്. അതൊരു വ്യക്തിക്കാകാം, ഒരു കമ്പനിക്കാകാം, ഒരു ടെക്നോളജിക്കാകാം, ഒരു സോഫ്റ്റ്വെയറിനാകാം. യു ക്യാൻ ഡെലിഗേറ്റ്. ഞാൻ പ്രിപ്പയർ ചെയ്യാനിരിക്കുന്ന സമയം, ഞാൻ തിങ്കിങ്ങിന് വേണ്ടി ഇരിക്കുന്ന സമയം, ഐ വിൽ യൂസ് മൈ ഫോൺ ടു ഡെലിഗേറ്റ്. ഞാൻ എന്ത് ചെയ്യും? ഈ സാധനത്തിനെ നോ ഡിസ്റ്റർബ് മോഡിലേക്ക് ഇടും. ഇതിട്ട് കഴിഞ്ഞാൽ എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ മാക്ബുക്ക്, എൻ്റെ ഐവാച്ച്, എൻ്റെ ഫോണ്, എന്നിലേക്ക് ഒരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷനും വരാതിരിക്കാൻ അവൻ നോക്കിക്കോളും. ഡിസ്ട്രാക്ഷൻസ് എന്നെ സംബന്ധിച്ച് ടെറിബിളാണ്. ഞാനത് ഈ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിൽ ഡെലിഗേറ്റ് ചെയ്തിരിക്കുക. ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ആ സമയത്ത് നടക്കണം, ഡ്യൂറിങ് മൈ ലേണിംഗ് ടൈം ആൻഡ് ഡ്യൂറിങ് മൈ തിങ്കിങ് ടൈം. എന്താ അത്? ബിക്കോസ് ഈ ടെറിബിൾ തിങ്സ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം, ഡെലിഗേറ്റ് ചെയ്യണം. ആൻഡ് ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡെലിഗേറ്റ് ഈസ് ടെറിബിൾ തിങ്സ് ഫ്രം യുവർ ലൈഫ്. സോ സ്റ്റാർട്ട് ഡെലിഗേറ്റിംഗ് വിത്ത് ടെറിബിൾ തിങ്സ്. വൺസ് ടെറിബിൾ തിങ്സ് നമ്മളുടെ ഡെലിഗേറ്റ് ചെയ്ത് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ, ദെൻ സെക്കൻഡ് തിങ് ടു ഡെലിഗേറ്റ് ഈസ് തിങ്സ് വിച്ച് യു ആർ പുവർ അറ്റ്. ഏത് കാര്യത്തിലാണോ നമ്മൾ പുവർ, എന്ത് എബിലിറ്റിയിലാണോ നമ്മൾ പുവർ, then start delegating those things. Once രണ്ടാമത്തെ ഡെലിഗേഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ഡെലിഗേറ്റിംഗ് യുവർ ആവറേജ് തിങ്സ്. ആവറേജ് തിങ്സ് ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ഡെലിഗേറ്റിംഗ് തിങ്സ് വിച്ച് യു ആർ ഗുഡ് അറ്റ്.
വൺസ് അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഡെലിഗേറ്റിംഗ് തിങ്സ് വിച്ച് യു ആർ ഗ്രേറ്റ് അറ്റ്. 7 ടൈപ്സ് ഓഫ് മിനി എക്സിറ്റിൽ പഠിച്ചത് ഇതാണ്. ഓർക്കുന്നുണ്ടോ? എക്സിറ്റ് ദ അഡ്മിൻ ടാസ്ക്, ഏറ്റവും ടെറിബിൾ. ഡെയിലി വരുന്ന കണക്ക് എഴുതി വെക്കുക, കൊടുക്കുന്ന പൈസ എഴുതി വെക്കുക, സ്റ്റാഫിന്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക, അവരുടെ സാലറി കാൽക്കുലേറ്റ്. ഓൾ ദീസ് ആർ ടെറിബിൾ തിങ്സ്. ഇതെല്ലാം ആദ്യം ഡെലിഗേറ്റ് ചെയ്യണം. പിന്നെ ഓരോന്നായിട്ട് ഇങ്ങോട്ട്. ഇപ്പൊ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞ, ഐ ആം ഗ്രേറ്റ് അറ്റ് മാർക്കറ്റിംഗ്. എന്റെ ഗ്രേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ് മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, പൊസിഷനിങ്. നൗ ലാസ്റ്റ് 3 months ആയിട്ട് ഐ ആം നോട്ട് ഇൻവോൾവ് ഇൻ ദാറ്റ്, ബിക്കോസ് ഞാനത് എൻ്റെ ടീമിന് ഡെലിഗേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ടീമിന് ഡെലിഗേറ്റ് ചെയ്തേ? സോ ദാറ്റ് ഐ ക്യാൻ ഫോക്കസ് ഓൺ മൈ ബ്രില്യൻറ്റ് തിങ്സ്. അപ്പൊ നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി? എന്ത് കാര്യത്തിലാണോ നമ്മൾ ബ്രില്യൻറ്റ് അത് മാത്രം ജീവിതത്തിൽ ചെയ്താൽ മതി. അപ്പോഴത്തെ ഗുണം എന്താ? ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ. കാരണം ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ്, എൻ്റെ സ്വീറ്റ് സ്പോട്ടാണ്. ഞാൻ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ അത് ചെയ്യാനുള്ള ആവേശത്തിലായിരിക്കും. എന്താ ഇപ്പൊ സംഭവിക്കുന്ന നിങ്ങളിൽ പലർക്കും? നിങ്ങളിൽ പലരും ഈ 3 ടാസ്ക്, ഏത് നിങ്ങളുടെ ടെറിബിൾ, പുവർ ആൻഡ് ആവറേജ് റിസൾട്ട് തരുന്ന ടാസ്കുകൾ നിങ്ങളുടെ ടു ഡു ലിസ്റ്റിൽ, നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ളിടത്തോളം കാലം ഇത് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല. ഇതിൽ ഏത് കാര്യം ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വരുന്നത്? ടെറിബിൾ തിങ്സ്. എനിക്ക് പഠിക്കാനും പഠിപ്പിക്കാനും എനിക്ക് ഇത്രയും സമയം മതി. ഒരു ടോപ്പിക്ക് പഠിക്കാൻ, അത് പഠിപ്പിക്കാൻ ഇത്രയും സമയം മതി. വിത്തിൻ സെക്കൻഡ്സ്, വിത്തിൻ മിനിറ്റ്സ്. ഒരു 1-2 മണിക്കൂർ പഠിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ 1-2 ദിവസം പഠിപ്പിക്കാനുള്ള സാധനം വെറും മിനിറ്റുകൾ കൊണ്ടുണ്ടാക്കാൻ എനിക്കറിയാം. കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത് അതിനെ പുതിയ ഫോമിലാക്കി എടുക്കാൻ എനിക്ക് മിനിറ്റുകൾ മതി. അതേ എനിക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കാൻ 1.5 മണിക്കൂർ വേണം. എന്താ സംഭവിക്കുന്നത്? വെൻ യു ഹാവ് എ ലിസ്റ്റ് ഓഫ് ടെറിബിൾ, പുവർ ആൻഡ് ആവറേജ് ടാസ്ക്, യു കനോട്ട് ഫൈൻഡ് ടൈം ഫോർ യുവർ ബ്രില്യൻസ്, ഗ്രേറ്റ് ആൻഡ് ഗുഡ്. എന്തുകൊണ്ട് ഡെലിഗേറ്റ് ചെയ്യണം? So that you can focus on your brilliant and great things. ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ ടെറിബിൾ തിങ് ആരെ കൊണ്ട് വേണേലും ചെയ്യാം. സോ ദാറ്റ് യു ക്യാൻ ഈസിലി ഫൈൻഡ് എനിവൺ. ഇപ്പം ഇപ്പം ഇന്നലത്തെ കാര്യം ഞാൻ പറയാം. ഞാൻ ഇവിടെ നിന്ന് നേരെ സനീഷിനെ വിളിക്കുകയാണ്. സനീഷെ, നമ്മുടെ വീട്ടിലേക്ക് പെർമനന്റ് ആയിട്ട് എവറി ഡേ രാവിലെ 7 തൊട്ട് 10 മണി വരെ 3 മണിക്കൂർ എവറി ഡേ വരുന്ന എനിക്കൊരു മലയാളി കുക്കിനെ വേണം. ഇന്നലെ ആളിനെ കൊണ്ടുവന്നു. ഇന്ന് രാവിലെ 7 മണി തൊട്ട് അവർ ഓൺ ഡ്യൂട്ടി. 7 to 10 3 മണിക്കൂർ കൊണ്ട് എൻ്റെ എല്ലാ ടെറിബിൾ അല്ലെങ്കിൽ പുവർ ആൻഡ് മായ അത് ചെയ്യുന്നുണ്ട്. ബട്ട് മായ ചെയ്യുന്നതും ഞാൻ പൈസ കൊടുത്ത ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും രണ്ടും രണ്ടാണ് എന്നെ സംബന്ധിച്ച്. മായ അത് ചെയ്യുമ്പോൾ അതിൽ കുറച്ചെങ്കിലും കാര്യങ്ങൾ വീണ്ടും എന്നിലേക്ക് തന്നെ തിരിച്ചു വരും. അതേസമയം ഞാൻ പ്രോപ്പറായിട്ട് അത് ഡെലിഗേറ്റ് ചെയ്താൽ, പേയ്മെന്റ് കൊടുത്ത് ചെയ്യിപ്പിച്ചാൽ ഒന്നും എൻ്റെ അടുത്തേക്ക് വരില്ല. എന്തുകൊണ്ട്? മെനങ്ങാന്ന് എനിക്ക് ആളിനെ ആവശ്യം തോന്നി, ഇന്നലെ എനിക്ക് ആളിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റി. വൈ? ദർ ആർ ലോട്ട് മെനി പീപ്പിൾ ഹൂ ക്യാൻ ടേക്ക് കെയർ ഓഫ് യുവർ ടെറിബിൾ തിങ്സ്. ഇതിൽ നിന്ന് പുവർ, ആവറേജ്, ഗുഡ്, ഗ്രേറ്റ് അകത്തേക്ക് കയറും തോറും ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് പീപ്പിൾ. ടെറിബിൾ തിങ്സ് ചെയ്യാൻ ആളിനെ കിട്ടാൻ എളുപ്പമാണ്. അത്രയും എളുപ്പമല്ല നമ്മളുടെ പുവർ ലിസ്റ്റ് ചെയ്യാൻ. അത്രയും എളുപ്പമല്ല നമ്മളുടെ ആവറേജ് ടാസ്കുകൾ ചെയ്യാൻ. അത്രയും എളുപ്പമല്ല നമ്മളുടെ ഗുഡ് ചെയ്യാൻ. അത്രയും എളുപ്പമല്ല നമ്മുടെ ഗ്രേറ്റ്. എൻ്റെ മാർക്കറ്റിംഗ് ടീമിനെ കണ്ടെത്താൻ, സെറ്റ് ചെയ്യാൻ ഐ തിങ്ക് ലാസ്റ്റ് 6 months to 8 months ടൈം എടുത്തു. കാരണം എന്താ? ഐ നീഡ് ടു ഡെലിഗേറ്റ് തിങ്സ് വിച്ച് ഐ ആം ഗ്രേറ്റ് അറ്റ്. എൻ്റെ ടെറിബിൾ തിങ്സ് ഡെലിഗേറ്റ് ചെയ്യാൻ എനിക്ക് 24 മണിക്കൂർ സമയം എടുത്തോളൂ. ബട്ട് എൻ്റെ ഗ്രേറ്റ് തിങ്സ് ഡെലിഗേറ്റ് ചെയ്യാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ആ ടീമിൻ്റെ അകത്ത് ഒരാളെ മാറ്റി ഇപ്പൊ അടുത്ത ആളിനെ എടുക്കാൻ പോവുകയാണ്. അകത്തോട്ട് കയറും തോറും ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദ പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ്. സോ സ്റ്റാർട്ട് വിത്ത് ദ ടെറിബിൾ തിങ്സ്. നിങ്ങളുടെ പ്രശ്നം നിൽക്കുന്നത് യു ആർ ട്രൈയിങ് ടു ഫിക്സ് യുവർ ഈ കാര്യങ്ങൾ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ നോക്കുകയാണ്. പകരം ആളിനെ കണ്ടെത്തി. ഏത്? നിങ്ങളുടെ സെയിൽസ് ആയിരിക്കാം, ക്ലോസിംഗ് ആയിരിക്കാം, മാർക്കറ്റിംഗ് ആയിരിക്കാം, അല്ലെ? ഇതല്ലേ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ ഫസ്റ്റ് ലെവൽ ഓഫ് ആളുകളെ കണ്ടെത്തി ക്ലോസ് ചെയ്യാനുള്ള കാര്യമല്ലേ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്?
എന്താ പ്രശ്നം എന്നറിയോ? ഇതിവിടെ കിടക്കുന്നിടത്തോളം ഇവിടേക്കാള് വന്നാലും ഇവരെ കൃത്യമായി കോച്ച് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും നമുക്ക് സമയം കിട്ടില്ല. കാരണം വി ആർ ബിസി വിത്ത് അവർ ടെറിബിൾ, പുവർ ആൻഡ് ആവറേജ് ടാസ്ക്. ഇതുള്ളിടത്തോളം കാലം യു ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ഡെലിഗേറ്റ് ടു ദീസ് പീപ്പിൾ. സോ ഓരോ ലെവല് കഴിഞ്ഞ് വരും തോറും ഞാൻ എൻ്റെ ടെറിബിൾ ടാസ്ക് എല്ലാം ഞാൻ ഡെലിഗേറ്റ് ചെയ്തു. അവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ശ്രദ്ധിച്ചൊന്ന് കേട്ടെ. വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ദെയർ? I earn the right to delegate. എൻ്റെ ടെറിബിൾ ടാസ്ക് ഞാൻ ഡെലിഗേറ്റ് ചെയ്തു. ഓക്കെ, എളുപ്പമാണ് ഇതിന്റെ ആളിനെ കണ്ടെത്താൻ, ഞാൻ അത് ഏൽപ്പിച്ചു. നൗ എനിക്ക് എന്താ ഒരു പവർ കിട്ടിയ? ഐ ഏൺ ദ റൈറ്റ് ടു ഡെലിഗേറ്റ് മൈ പുവർ ടാസ്ക്. ഇത് പോയി കഴിഞ്ഞപ്പോ, ഇതങ്ങ് മാഞ്ഞു കഴിഞ്ഞപ്പോ നൗ ഐ ഏൺ ദ റൈറ്റ്. പറഞ്ഞ വാക്ക് പറഞ്ഞ് ഏൺ ദ റൈറ്റ്. ഞാൻ അതിനുള്ള അധികാരം നേടി. എന്തിനുള്ള അധികാരം? ഇനി എൻ്റെ പുവർ ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഞാൻ നേടി. ഐ ഏൺ ദ റൈറ്റ് ടു ഡെലിഗേറ്റ് മൈ പുവർ ടാസ്ക്, പുവർ എബിലിറ്റീസ്. അപ്പം തരുൺ, ഞാൻ എന്ത് ചെയ്തു? ടെറിബിളും കൊടുത്തു, പുവറും കൊടുത്തു, ഡെലിഗേറ്റ് ചെയ്തു. ഇപ്പൊ എൻ്റെ എബിലിറ്റീസ് ആയിട്ടുള്ള എൻ്റെ പുവർ ആൻഡ് ടെറിബിൾ എബിലിറ്റീസ് എല്ലാം ഞാൻ ഡെലിഗേറ്റ് ചെയ്തു. നൗ ഇപ്പൊ എനിക്ക് എന്താ കിട്ടിയത്? ഐ ഏൺ ദ റൈറ്റ് ടു ഡെലിഗേറ്റ് മൈ ആവറേജ് ടാസ്ക്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ? You are trying to delegate your good and great things without earning the right to delegate. കാരണം you still have a list of terrible, poor and average abilities. എന്തുകൊണ്ട് ഈ ഡെലിഗേഷൻ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകുന്നില്ല? ഈ സാധനം പെൻഡിങ് കിടക്കുന്നതുകൊണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് ഇത് ഡെലിഗേറ്റ് ചെയ്യാനുള്ള അധികാരമില്ല, അവകാശം നിങ്ങൾ നേടിയിട്ടില്ല. എനിക്കെപ്പോഴും ഈ അവകാശവും അധികാരവും ഒക്കെ കിട്ടിയ അഖിലിനെ ഞാൻ കുറെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. എൻ്റെ ഗ്രേറ്റ് തിങ്സ് ഞാൻ അഖിലിനെ ഏൽപ്പിക്കും. അഖില് നോക്കുമ്പോൾ രാവിലെ ഞാൻ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്നു, ഞാൻ വർക്ക്ഷോപ്പിൽ പോയി നിൽക്കുന്നു, ഞാൻ സർവീസ് സെന്ററിൽ പോയി നിൽക്കുന്നു, ഞാൻ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പോയി ക്യൂ നിൽക്കുന്നു. അടിപൊളി. ഇവൻ എന്തെങ്കിലും വില കാണുമോ എന്നെ? എന്തുകൊണ്ടാ സ്റ്റാഫിനെ വീട്ടിൽ വരുത്തരുതെന്ന് പറയുന്നത്? നമ്മൾ അടുക്കളയിൽ നിന്ന് തറ തുടയ്ക്കുന്നത് ഇവന്മാര് കാണും. Earning the right is the most important thing in delegation. എൻ്റെ ചോദ്യം ഇതാണ്, how you earn the right to delegate? So എന്തെങ്കിലും ടെറിബിൾ എബിലിറ്റീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ you don't have the right to delegate poor things. എന്തെങ്കിലും poor and terrible things നിങ്ങൾ എബിലിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ you don't earn the right to delegate average. ഈ മൂന്നെണ്ണത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ you don't earn the right to delegate good and great things. നിങ്ങളുടെ പ്രശ്നം എന്താ? യു നീഡ് എ സെറ്റ് ഓഫ് ഇന്റഗ്രേറ്റേഴ്സ് ഹൂ ആർ ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഗ്രേറ്റ് തിങ്സ് സോ ദാറ്റ് യു ക്യാൻ ഫോക്കസ് ഓൺ യുവർ ബ്രില്യൻസ്. അതല്ലേ നിങ്ങളുടെ ആവശ്യം, അല്ലേ? ഈ സാധനം ബക്കറ്റ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാതെ യു ക്യാൻ നെവർ എവർ ഫൈൻഡ് സംവൺ ടു ഫിക്സ് ദിസ് പ്രോബ്ലം ബിക്കോസ് യു നെവർ ഏൺ ദ റൈറ്റ് ടു ഡെലിഗേറ്റ്. സ്റ്റാർട്ട് വിത്ത് യുവർ ടെറിബിൾ എബിലിറ്റീസ്. സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ബിസിനസ്സുകാരോടും പറയുന്നു, നിങ്ങൾ ഒരു ഡ്രൈവറെ വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. ഇവിടെ ആ ചെറിയ പൈസ അവർക്ക് കൊടുക്കുമ്പോൾ യു ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ പവർ ആൻഡ് ടൈം ടു ഫോക്കസ് ഓൺ യുവർ ഗ്രേറ്റ് തിങ്സ്. നിങ്ങൾ എന്ത് ലാഭിക്കുന്നു എന്നാ പറയുന്നത്? 10 രൂപ കൊടുത്തൊരു ഉടുപ്പ് അയൺ ചെയ്യുന്നതിന് പകരം നിങ്ങൾ അത് എടുത്തു വെച്ച് അയൺ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ലാഭിക്കുന്നു എന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? തേപ്പ് ഇഷ്ടമുള്ളവർ ചെയ്തു, അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്താൽ എത്ര സമയം നിങ്ങൾ ഫ്രീ ആകും ഒരു ദിവസം? പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടുന്ന പരിപാടി, പിള്ളേരെ വിളിച്ചോണ്ട് വരുന്ന പരിപാടി, പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും വിളിച്ചോണ്ട് വരുന്നതും പരിപാടി ഏറ്റെടുത്തിട്ടുള്ള ഏതവനുണ്ടോ ഒരു കാലത്തും ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എന്താ? എന്ത് ചെയ്യുമ്പോഴും തലയ്ക്കകത്ത് കിടക്കാണ്. ഇത്ര മണിക്ക് അവിടെ അത് ഒട്ടിപ്പിടിച്ചിരിക്കുക, അത് ചെയ്തേ പറ്റൂ. അപ്പം എന്ത് ചെയ്യുമ്പോഴും തലയ്ക്കകത്ത് ഇതാ, 3 മണിക്ക് പിള്ളേരെ വിടും, പിള്ളേരെ വിളിക്കണം. ബാക്കിയെല്ലാം ഈ ടെറിബിൾ തിങ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്രില്യൻസിൽ
നിങ്ങൾ വെള്ളം ചേർക്കും. ഈ ടെറിബിൾ ആൻഡ് പുവർ തിങ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ദിസ് ഈസ് ദ സ്ലോവസ്റ്റ് തിങ് യു ഡു. ഏറ്റവും പതുക്കെ ചെയ്യുന്ന, ഏറ്റവും മോശമായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ടെറിബിൾ ആൻഡ് പുവർ തിങ്സ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു ഫൈൻഡ് പീപ്പിൾ ടു ഡു ദീസ് ടാസ്ക്. സോ യു ഹാവ് ടു, എഴുതിക്കോ, earn the right to delegate. Earn the right to delegate higher and higher task. ഈ ഔട്ടർ ലൈനിൽ നിന്ന് അകത്തോട്ട് പോകുമ്പോൾ ആക്ച്വലി യു ആർ ഏണിംഗ് ദ റൈറ്റ് ടു ഡെലിഗേറ്റ് ഹയർ ആൻഡ് ഹയർ ടാസ്ക്. കാരണം ഈ അകത്തോട്ട് കയറും തോറും ഓരോ ടാസ്ക് ചെയ്യാനുള്ള ആളിനെ കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നേ. എൻ്റെ ജയറാം ഇപ്പം അവനെ ചെന്നൈയിൽ എന്തോ കാര്യമായിട്ട് പോവാണ്. ഇറ്റ് വാസ് ഈസി ഫോർ മീ ടു ഫൈൻഡ് എ റീപ്ലേസ്മെന്റ്. കാരണം എന്താ, ഇതെന്റെ ഔട്ടർ ലൈനിൽ നിൽക്കുന്ന കാര്യമാണ്. ഒരു ഡ്രൈവറെ കിട്ടുക, വിശ്വസ്തനായിരിക്കണം, ഓക്കെ, അത് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ കിട്ടും, കാരണം ഇഷ്ടംപോലെ ഡ്രൈവർമാർ അവൈലബിൾ ആണ്. അതെന്നെ വലുതായിട്ട് ബാധിച്ചില്ല. ബട്ട് എൻ്റെ ഗ്രേറ്റ് സർക്കിളിൽ നിൽക്കുന്ന അഖില്, എൻ്റെ ഗ്രേറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അഖില് എൻ്റെ അടുത്തൊന്ന് പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാർഡ് ടു ഫൈൻഡ് എ റീപ്ലേസ്മെന്റ്. അതുകൊണ്ട് അഖിലിൻ്റെ അടുത്ത് ഞാൻ ഒരൊറ്റ കണ്ടീഷനേ വെച്ചിട്ടുള്ളൂ. അഖിൽ, എനിക്ക് ലൈഫ് ടൈം അഖിൽ എൻ്റെ കൂടെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഒറ്റ കാര്യം, 2028 ജനുവരി 1 വരെ, അതായത് അടുത്ത 3 വർഷത്തേക്ക് എൻ്റെ അടുത്ത് നിന്ന് പോകില്ല എന്നും എൻ്റെ ഒപ്പം തന്നെ കാണുമെന്നും ഉറപ്പ് എനിക്ക് തരണമെന്ന് ഈ ജനുവരി 1 ഞാൻ അഖിലിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. ഈ ഉറപ്പ് ഞാൻ ജയറാമിനോട് ചോദിച്ചിട്ടില്ല. ഈ ഉറപ്പ് ഞാൻ സനീഷിനോട് ചോദിച്ചിട്ടില്ല. ഈ ഉറപ്പ് ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ചാന്ദിനിയോടോ സുകന്യയോടോ ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഇറ്റ് ഈസ് ഈസി ടു റീപ്ലേസ് ദം, ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റീപ്ലേസ് ദോസ് ഹു ആർ ഡൂയിങ് ദ ഹയർ ടാസ്ക്. സോ ഈ കാര്യങ്ങൾ ഉള്ളിടത്തോളം ഇവരുടെ അടുത്ത് ഡെലിഗേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി, പവർ, റൈറ്റ് നമുക്കില്ല. യു ഹാവ് ടു ഏൺ ദ റൈറ്റ്. ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്, കുറച്ചുകൂടെ അകത്തേക്ക് കയറാനുണ്ട്. എനിക്കറിയാം പലയിടത്തും ഇന്ന് ഏതാണ്ട് ഈ ബൾബ് ഇങ്ങനെ കത്തി 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 നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഓരോ സ്ഥലത്തും ഇഷ്ടം പോലെ ബൾബ് കത്തി നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇന്ന് ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരിക. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെറിബിൾ, പുവർ ആൻഡ് ആവറേജ് തിങ്സ് എന്തൊക്കെയാണ് എന്നതിൻ്റെ അകത്തേക്ക് ഇടണം. ഇത് ഞാൻ ഇന്ന ദിവസക്കുള്ളിൽ, ഇന്ന ടൈം ലൈനുള്ളിൽ ഞാൻ ഡെലിഗേറ്റ് ചെയ്ത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ നിന്ന് എൻ്റെ ഈ ടെറിബിൾ എബിലിറ്റീസ്, പുവർ എബിലിറ്റീസ് ആൻഡ് ആവറേജ് എബിലിറ്റീസ് ഞാൻ കളഞ്ഞിരിക്കുമെന്നും അതുവഴി ഐ വിൽ ഏൺ ദ റൈറ്റ് ടു ഡെലിഗേറ്റ് ഗുഡ് ആൻഡ് ഗ്രേറ്റ് തിങ്സ് ഇൻ മൈ ലൈഫ് എന്നും ഇന്ന് തീരുമാനിക്കണം. അതിനാദ്യം എന്തൊക്കെയാണ് ടെറിബിൾ തിങ്സ് വിച്ച് യു ആർ ഡൂയിങ് നൗ, അത് കണ്ടെത്തണം. ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് ഡെലിഗേഷൻ. എനിക്ക് ഉറപ്പാ, ഈ കണ്ണുകൾ കാണുമ്പോൾ അറിയാം, ഇന്ന് വരെ എങ്ങൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ല. എല്ലാരും പറയും ഡെലിഗേറ്റ് ചെയ്യണം, ഡെലിഗേറ്റ് ചെയ്യണം, ചെയ്യരുത്, ചെയ്യിപ്പിക്കണം. എന്താ ചെയ്യിപ്പിക്കണ്ടേ? എങ്ങനെയാ ചെയ്യിപ്പിക്കണ്ടേ? ആരെ കൊണ്ടാ ചെയ്യിപ്പിക്കണ്ടേ? ഇതാർക്കും അറിയത്തില്ല. ദിസ് ഈസ് സൈക്കോളജി, ദിസ് ഈസ് എ ഫ്രെയിം വർക്ക്. ഇനി നിങ്ങൾക്ക് എപ്പോൾ ഒരു പീപ്പിൾ പ്രോബ്ലം ഉണ്ടാകുന്നോ, ജമ്പ് ഇൻ ടു ദിസ്. ഇതെടുത്ത് വെച്ച് നോക്കുക. ഇന്നത്തെ ശരിക്കും ഒരു ഓപ്പൺ സെഷൻ ആക്ച്വലി. എന്നുവെച്ചാൽ ഇത് റിയലി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സെഷനാണിത്. പിന്നെ ഇത് നമ്മളെ എവിടത്തൊക്കെല്ലോ കൊണ്ടുപോയി ഞാൻ ചെയ്ത കുറെ തെറ്റുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു സാർ. പിന്നെ സാർ ശരിക്കും നല്ല രസമായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിനെ നല്ല ശരിക്കും മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ തെറ്റൊക്കെ ഇപ്പൊ തന്നെ എനിക്ക് കുറെ മണ്ടത്തരങ്ങളുടെ എണ്ണം ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാനും ചെയ്ത കുറെ മണ്ടത്തരങ്ങൾ ഉണ്ട് എന്നുള്ളത്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച് സർ. യെസ്, വെരി ഗുഡ് അസ്വലിക്ക, വെരി ഗുഡ്. ആരിസിക്ക, ഇന്നെടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ പറയത്തില്ലേ, സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് പറയുന്ന പോലെ നമുക്ക് ഏതെല്ലാം ജോലി ഏതൊക്കെ നമ്മളുടെ ഇഷ്ടമില്ലാതെ നമ്മൾ ചെയ്യുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് ആ മൈക്രോ മാനേജ്മെൻറ്റിൽ നിന്ന് പുറന്നോട്ടിറങ്ങി നമ്മൾ ഫ്രീ ആവുന്ന ഇറ്റ് വിൽ ടേക്ക് ടൈം സാർ. ഒരു മിനിമം ഒരു 2 വർഷമെങ്കിലും വേണം ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട്. ഉറപ്പായിട്ടും
മിനിമം 2 Brill- years. ബ്രില്യൻ്റ് ആണ്, ബ്രില്യൻ്റ് ക്ലാസ് ആണ്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. Yes. Thank you. Thank you. Very good. Very good.